وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് ഉടനെ സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ മഹത്തായ ഫള് കൊണ്ട്, ഔദാര്യം കൊണ്ട്, കരുണ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഈ ദിവസത്തെയും ഈ പുണ്യമായ അമലുകളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കടങ്ങൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം മാറ്റി ജീവിതത്തിൽ പരിപൂർണമായ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്ത്യയുടെ ഈ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളിൽ നിന്നും, ഫിത്നകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യർ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയും ചിന്തിക്കുന്നതിന് വേണ്ടിയും കാര്യങ്ങൾ പഠിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ രേഖകളും വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത്, സാമൂഹ്യമായ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം. ഡൽഹിയിലെ തെരുവോരങ്ങളിൽ ഒരു കൂട്ടം ജനത സത്യത്തിന് വേണ്ടി പോരാടുകയാണ്. അനീതിക്കെതിരെ ശബ്ദിച്ച്, അക്രമത്തിനെതിരെ പോരാടി, അസത്യത്തിനെതിരെ ധർമ്മസമരം നടത്തുന്ന ഒരു ജനതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധമായ ഖുർആനും ഇതേ ഒരു രംഗം സൂറത്തുൽ യാസീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നേരിന്റെ പാതയിൽ ഉറച്ചു നിന്നവരെ അക്രമികളാണെന്നും നീതികേട് കാണിക്കുന്നവരാണെന്നും സത്യം വിളിച്ചു പറയുന്നതിന്റെ പേരിൽ പല ആരോപണങ്ങളും അവഗണനകളും അവർക്കെതിരെ തിരിഞ്ഞപ്പോൾ ആ ഒരു മഹത്തായ ഒരു സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ യാസീനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒരു നാട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ദൂതന്മാരെ അയക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ, ഇത് അർസൽനാ ഇലൈഹിം ഇത്നൈനി ഫകദ്ദബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിസിൻ ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ. അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ആളുകൾ ആ ദൂതന്മാരെ കള്ളന്മാരാണെന്ന് മുദ്ര കുത്തിയപ്പോൾ, സത്യം സംസാരിക്കുന്നവരെ അവഗണിച്ചപ്പോൾ, ചരിത്രത്തിലുടനീളം കാണാം സത്യം എവിടെയാണ്, ആരാണ് സത്യത്തിന് വേണ്ടി പോരാടുന്നത്, ആരാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത്, അവരെ മുഴുവനായും ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവണത ഇന്നും ഇന്നലെയും നടന്നതല്ല പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നടക്കുന്നതാണ്.
ചരിത്രത്തിൽ എവിടെയും നമുക്ക് ഒരു ചരിത്രം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിന് വിജയമുണ്ടാകണമെങ്കിൽ അതിന് മുന്നോടിയായി ഒരുപാട് ത്യാഗങ്ങളുടെയും ഒരുപാട് ക്ഷമയുടെയും ഒരുപാട് സഹനത്തിന്റെയും ഒരുപാട് വേദനകളുടെയും ഒരുപാട് യാതനകളുടെയും കഥകളും ചരിത്രങ്ങളും ജീവിതങ്ങളും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു രംഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരുന്നത്. അതേ രംഗം ഇന്ന് നോക്കൂ. ഡൽഹിയുടെ തെരുവോരങ്ങളിൽ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന വിദ്യാർത്ഥി സമുദായത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ നിലപാട് ഒന്ന് മാത്രമാണ്: നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി കിട്ടേണ്ട നീതി അവിടെ നിലനിൽക്കുക. സത്യം സംസാരിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി പോരാടി അതിനെയെല്ലാം ആരാണോ തകർക്കാൻ ശ്രമിക്കുന്നത് അവർക്കെതിരെ ഇന്ത്യൻ പൗരൻ എന്ന ഒരു പോരാളിയായി മാറിക്കൊണ്ട് ഒരു വിഭാഗം ജനത നമ്മുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടുമ്പോൾ അതാ വിശുദ്ധമായ ഖുർആൻ ആ പ്രവാചകന്മാരെ കുറിച്ച് പറയുകയാണ്: വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. കാര്യങ്ങൾ വ്യക്തമായി എത്തിച്ചു തരിക എന്നതിനപ്പുറം യാതൊരു ബാധ്യതയും അവർക്കില്ല. കാരണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും ഇതെല്ലാം അനീതിയാണ്, നീതികേടാണെന്ന് സംസാരിക്കുവാൻ വേണ്ടി ഒരു വിഭാഗം വരുന്ന ഒരു രംഗം. ആ രംഗത്തിന് ഏത് നിലയിലാണ് ഇന്നത്തെ ഭരണഘടന അവർക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. നമ്മളെല്ലാവരും കൊച്ചുമക്കൾ ഉൾപ്പെടെ പ്രായമുള്ളവരുൾപ്പെടെ എല്ലാവരും സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും സോഷ്യൽ മീഡിയ ന്യൂസുകൾ കാണുന്നവരാണ്. നമുക്കെല്ലാം അറിയാം എവിടെയാണ് അനീതിക്കെതിരെ ശബ്ദിക്കുന്നത് അതിനെതിരെ ഒരു നിലയ്ക്കുമുള്ള അനീതി നടത്തുന്നവരെ, അക്രമങ്ങൾ നടത്തുന്നവരെ, എല്ലാ രീതിയിലും ഈ ഇന്ത്യ രാജ്യത്തെ പോലും തകർക്കാൻ ശ്രമിക്കുന്നവരുടെ ഒരു വിവരങ്ങൾ പോലും ഒരു മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പേടി, ഭയം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിനാണ് ഒരു മുസൽമാൻ എന്ന രീതിയിൽ ഇന്ത്യൻ പൗരനായി ജീവിക്കുന്നതിൽ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് കടമകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിയായ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ എന്നല്ല, നമ്മുടെ കുടുംബത്തിന് എന്നല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അവരെല്ലാം നമ്മുടെ അയൽവാസികളാണ്. നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം അയൽവാസികളാണ്. അവർക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മുടെ വീട്ടിന്റെ മുറ്റത്തായിരിക്കും, അല്ലെങ്കിൽ നാളെ നമ്മുടെ വീടിന്റെ ഉള്ളിലായിരിക്കും ഇങ്ങനെയുള്ള നെറികേടുകൾ സംഭവിക്കുന്നതെങ്കിൽ അന്നും കൈകെട്ടി അന്നും വായി മൂടി നിന്ന് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും അതെന്റെ വീട്ടിന്റെ പ്രശ്നമാണ്, അതെന്റെ നാട്ടിന്റെ പ്രശ്നമാണ്, അതെന്റെ സമുദായത്തിന്റെ പ്രശ്നമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ സമരം നടക്കുന്നവരുടെ കൂടെ നിന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതാണ് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമുക്കെല്ലാവർക്കുമുള്ള ഒരു ബാധ്യത. അങ്ങ് ഡൽഹി ആണെങ്കിൽ ഇന്നിവിടെ കേരളത്തിൽ തിരുവനന്തപുരം എന്ന ജില്ലയിൽ നമ്മളെല്ലാവരും അണിനിരക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എവിടെയെല്ലാമാണോ അനീതി വരുന്നത് അവർക്കെതിരെ പോരാടുന്നവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ കൂടെ, അവരുടെ ഒപ്പം, അവരിൽ ഒരാളായി നിൽക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശരീരം കൊണ്ട്, ഈ സമയം കൊണ്ട്, ഈ രക്തം കൊണ്ട് നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെയാണ് നമുക്കറിയാം ആ ജനത സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അല്ലാഹു അയച്ച ആ ദൂതന്മാര് ജനങ്ങളിലേക്ക് സത്യമായ കാര്യങ്ങളാണ് അറിയിക്കുന്നത്. ഖാലൂ ഇന്നാ തുതയ്യർനാ ബികും ലഇൻ ലം തൻതഹൂ ലനർജുമന്നകും വലയമസന്നകും മിന്നാ അദാബുൻ അലീം. ആ ജനത ആ പ്രവാചകന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ വിശുദ്ധമായ ഖുർആൻ എടുത്തു പറയുകയാണ്, വലനർജുമന്നകും, നിങ്ങളെ നാം കല്ലെടുത്ത് എറിയുമത്രേ. ആ പ്രവാചകന്മാർക്കെതിരെ ആ ഒരു അതിക്രമങ്ങളും അക്രമികളായ ജനത പറയുകയാണ്, നിങ്ങൾ ഈ പോരാട്ടം ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ,
നിങ്ങൾ ഈ സമരം ഇവിടെ നിർത്തിയില്ലെങ്കിൽ കല്ലെടുത്ത് എറിയുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ അതേ രംഗമല്ലേ പ്രിയപ്പെട്ടവരെ 2-3 ദിവസങ്ങളായി നമ്മളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാത്തി ചാർജുകൾ ആണി അറച്ചുകൊണ്ട്, ആ വടികളിൽ ആണി തറച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ജനതയായ നമ്മുടെ വിദ്യാർത്ഥി മക്കളുടെ ദേഹത്തേക്ക് ആ ലാത്തി ഒന്ന് പായുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ നമുക്ക് വേണ്ടിയാണ് പോരാടുന്നത്. നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ, വളർന്നു വരുന്ന നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാണ് അവർ പോരാടുന്നത്. പരീക്ഷ എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. നമ്മുടെ മക്കൾ മാർക്ക് വാങ്ങുന്നത് വാങ്ങാത്തതും രണ്ടാത്ത വിഷയം. പക്ഷേ അവിടെ ഒരിക്കലും അനീതി വരാൻ പാടില്ല, അവിടെ ഒരിക്കലും അക്രമം ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയാണ് നമ്മുടെ ഇന്ത്യൻ ജനതയിലെ വിദ്യാർത്ഥി മക്കൾ ആ ഒരു പോരാട്ടത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഭാവിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് കേവലം ഒരു മനുഷ്യനല്ല, ഒരു കൂട്ടമാണ്, ഒരു സമുദായമാണ്, ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ, സ്വന്തം രാജ്യത്തിന്റെ മക്കൾ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ രാജ്യദ്രോഹികളാണെന്ന് പോലും മുദ്ര കൊത്തുന്ന ഏറ്റവും മോശമായ രീതിയിലാണ് നമ്മുടെ ഭരണഘടന സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ വേദനയുള്ള കാര്യമാണ്. നമുക്കെന്തറിയാം? രാഷ്ട്രീയമല്ലാതെ നമുക്കെന്തറിയാം? മനുഷ്യജീവന്റെ വില നമുക്കറിയാമോ? മനുഷ്യജീവന്റെ സ്നേഹത്തെ കുറിച്ച് നമുക്കറിയാമോ? നമ്മുടെ നാട്ടിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അറുകൊല ചെയ്യുന്ന, നീതികേട് കാണിക്കുന്ന, നന്ദികേട് കാണിക്കുന്ന ആ ഒരു പ്രവണതയല്ലാതെ യഥാർത്ഥ രാഷ്ട്രീയത്തിന്റെ നീതിബോധം ആർക്കാണുള്ളത് പ്രിയപ്പെട്ടവരെ? യഥാർത്ഥ നീതിബോധം ആർക്കെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ രാജ്യം ഇങ്ങനെ മാറുമായിരുന്നില്ല. ന്യൂനപക്ഷക്കാർക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ അവർക്കെതിരെ ശബ്ദിക്കാൻ ഒരു ഭൂരിപക്ഷവും അല്ലെങ്കിൽ ഒരു 10 ന്യൂനപക്ഷം, ആ 10 ന്യൂനപക്ഷം ഒരുമിച്ച് കൂടിയാൽ ആ ഒരു പ്രതിപക്ഷത്തെക്കാൾ വലിയൊരു പക്ഷം നമുക്ക് എടുക്കാൻ പറ്റും. എന്നാലും നമ്മുടെ ഇടയിൽ ഐക്യമില്ലാത്ത, ഒത്തൊരുമയില്ലാത്ത, സഹകരണമില്ലാത്ത, സാന്നിധ്യമില്ലാത്ത ഒരു പ്രവണതയാണ് നമ്മൾ ഇന്നും പിന്നോക്കക്കാരായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ചരിത്രബോധമെങ്കിലും നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സമയത്തോ ആ പ്രവാചകന്മാരെ ആ ജനത മുഴുവനും അക്രമികളെന്നും കള്ളന്മാരെന്നും ഭീഷണിപ്പെടുത്തി അവസാനം കല്ലെടുത്തെറിഞ്ഞ് കൊല്ലുമെന്ന് പറയുമ്പോൾ അതാ വിശുദ്ധമായ ഖുർആൻ സൂറത്തിൽ യാസീൻ പാരായണം ചെയ്യുന്നവരെ അവിടെ ഒരു ആയത്ത് നമ്മളെല്ലാവരും ഓതാറില്ലേ? മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ. അങ്ങതാ പട്ടണ പ്രദേശത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരു മനുഷ്യനതാ കടന്നു വരികയാണ്. ഏത് പ്രവാചകന്മാർക്കെതിരെയാണോ ജനങ്ങൾ മാറിയത്, സത്യം പറഞ്ഞതിന്റെ പേരിൽ ആർക്കെതിരെയാണോ ജനങ്ങൾ മോശമായ പ്രവർത്തികൾ നടക്കുന്നത്, ആ പ്രവർത്തനങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യാൻ വന്ന പ്രവാചകന്മാർ മുഴുവനും സത്യത്തിന്റെ മാർഗമാണ് സ്വീകരിച്ചതെന്ന് അവര് പറയുന്നത് മുഴുവനും നീതിയാണെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ അല്ലാഹുവല്ലേ എടുത്തു പറഞ്ഞത്? മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ. ആ പട്ടണത്തിന്റെ ഒരറ്റത്ത് നിന്ന് ഒരു മനുഷ്യന് കടന്നു വരികയാണ്, ഓടി വരികയാണ്. എന്തിനെന്നറിയോ? ആ സത്യം പറഞ്ഞ ആ 3 പ്രവാചകന്മാരെ തല്ലിക്കൊല്ലുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യൻ വിവരമറിഞ്ഞതാ ഓടി വരികയാണ്. ആ മനുഷ്യൻ എന്നിട്ട് പറയുകയാണ്, ഇവരെല്ലാവരും സത്യത്തിന് വേണ്ടി നിലകൊണ്ടവരാണ്, ഇവരെല്ലാവരും സത്യത്തിന് വേണ്ടി പോരാടുന്നവരാണ്, ഇവരെല്ലാവരും അക്രമികൾക്കെതിരെ പോരാടുന്നവരാണ്, ഇവരെല്ലാവരും ഈ നാടിന്റെ നീതി നിലനിർത്തുന്നതിന് വേണ്ടി വന്നവരാണ്, ഇവരെല്ലാവരും ഈ അധികാരത്തിന്റെ അഹങ്കാരത്തിന്റെ മോഹങ്ങളാല്, അധികാര കസേരയുടെ മോഹങ്ങൾ കാരണമായി ഈ നാടിന്റെ നന്മയും ഈ നാടിന്റെ സഹകരണവും ഈ നാടിന്റെ ഐക്യവും ഈ നാടിന്റെ ഒത്തൊരുമയും ഈ നാടിന്റെ സാഹോദര്യവും ഈ നാടിന്റെ എല്ലാമെല്ലാമായ
എല്ലാ സംഗതികളും എല്ലാ സംവിധാനങ്ങളും തച്ചുടച്ചുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് ഈ നാടിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ രാജ്യദ്രോഹികളാണെന്ന് പറയുന്നത് പോലും നമുക്കെല്ലാവർക്കും വിഷമമുണ്ടാകേണ്ട കാര്യമാണ്. നമുക്കെന്തറിയാം പ്രിയപ്പെട്ടവരെ, സാദാസീതയായി നമ്മൾ നടക്കുന്നു. അവരും സാധാരണ മക്കളാണ്. അവരും സാധാരണ മക്കൾക്ക് വേണ്ടിയാണ് പോരാടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ മാറണം. താമസം മാറാനല്ല. നമ്മുടെ വീട്ടിൽ ഒരു അക്രമം നടക്കുമ്പോൾ, നമ്മുടെ മക്കൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ ഭാര്യ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മകൻ, നമ്മുടെ മകൾ, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ കുടുംബക്കാരൊരു തെറ്റ് ചെയ്യുമ്പോൾ, അതങ്ങനെ ചെയ്യാൻ പാടില്ല, അത് നീതികേടാണെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയാൽ, എൻ്റെ പ്രിയപ്പെട്ടവര്, ഒരു വീട് നന്നായാൽ ഒരു കുടുംബം നന്നാവും. ഒരു കുടുംബം നന്നായാൽ പരിസരം മുഴുവൻ നന്നാവും. ഒരു പ്രദേശം നന്നായാൽ ഒരു നാട് മുഴുവൻ നന്നാവും. ഒരു നാട് നന്നായാൽ ഒരു രാജ്യം തന്നെ നന്നാവും. ഒരു രാജ്യം നന്നായാൽ ഒരു ലോകം തന്നെ നന്നാകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നന്മ ചിന്തിച്ച് നന്മ പ്രവർത്തിക്കുന്ന യഥാർത്ഥ മനുഷ്യരായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യാൻ വസിയത്തുണ്ട്. രോഗിയായ ഒരു സഹോദരൻ പുറത്തു നിൽപ്പുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ നൽകട്ടെ. ആ സഹോദരനെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും രീതിയിൽ സഹായിക്കുക. അതുപോലെ തന്നെ ഒരു സഹോദരി രോഗിയായി കിടക്കുകയാണ്. ആ സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കുമാറാകട്ടെ. അതുപോലെ തന്നെയാണ് ഇന്നത്തെ വിഷയം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. معشر المسلمين رحمكم الله، الجمعة حج الفقراء والمساكين وعيد المؤمنين. الخطبة تقوم مقام ركعتين من الفرض. إذا صعد الخطيب على المنبر فلا يتكلمن أحد، ومن تكلم فقد لغى، ومن لغى فلا جمعة له. استمعوا يغفر الله لنا ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. السلام عليكم. السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله. أشهد أن محمد رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي
الصلاة